ഹമാസിനെതിരെയുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഹമാസിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. ഹമാസിൻ്റെ കഥ കഴിക്കാനായിട്ട് ഇപ്പോൾ അമേരിക്ക കൂടെ ഇസ്രായേലിനൊപ്പം പൂർണ്ണ പിന്തുണയുമായി ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് കാരണമായത് വെടിനിർത്തൽ കരാറിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോയി എന്നുള്ളത് ട്രംപിനെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് പ്രത്യക്ഷ കാരണമായിട്ട് പറയുന്നത്. ഇതിന് മുൻപേ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളത് ഇസ്രായേൽ ഇറാൻ സംഘർഷ സമയത്തായിരുന്നു. അവിടെ അമേരിക്ക പറഞ്ഞിരുന്നത് ഇറാനോട് നിരുപാധികം കീഴടങ്ങാൻ പറഞ്ഞിരുന്നു. അതിന് ഇറാൻ കൊടുത്ത മറുപടി ആര് വന്നാലും ഇതിനിടയ്ക്ക് ആരും വരരുത്, ആര് വന്നാലും നമ്മൾ തിരിച്ചടിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അമേരിക്ക അവിടെ 2 ആഴ്ച എടുക്കും നിങ്ങളെ അടിക്കണോ വേണ്ടോ തീരുമാനിക്കാൻ എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇറാനെ അടിക്കാൻ അമേരിക്ക പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ട്രംപ് സൈനിക ഉദ്യോഗസ്ഥരോട് അത്തരത്തിലൊരു ചർച്ച നടത്തിയിരുന്നു എന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിൽ പറഞ്ഞു. ട്രംപ് നിഷേധിച്ചു അപ്പോൾ. പക്ഷേ അത് നമ്മൾ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് കണ്ടു. 2 ആഴ്ചയൊന്നും അവൻ കാത്തിരുന്നില്ല, 1 ആഴ്ച അവൻ പോലും കാത്തിരുന്നില്ല. അതിന് മുന്നേ തന്നെ അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിന് കാരണമായത് എന്താണ്? അവിടെ നിന്ന് ഈ സമ്പുഷ്ടീകരണപ്പെട്ട യുറേനിയം ഇറാൻ അവിടെ നിന്ന് മാറ്റാൻ പദ്ധതി ഇട്ട് തുടങ്ങി. ഇത് അമേരിക്കൻ ഇൻ്റലിജൻസ് അറിഞ്ഞപ്പോൾ വൈകി എന്നുള്ളതാണ് സത്യം. ഈ ട്രംപിൻ്റെ ചെവിയിൽ ഈ വാർത്ത എത്തി. അമേരിക്ക B-2 ബോംബറുകൾ അങ്ങോട്ടേക്ക് വിട്ടപ്പോഴത്തേക്കും അവർ ഒട്ടുമിക്ക ഏകദേശം അവർ പറയുന്നത് 70-75% യുറേനിയം അവിടെ നിന്ന് മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം ഇപ്പോൾ ഹമാസിൻ്റെ അത്തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് വിവരം ട്രംപിൻ്റെ ചെവിയിൽ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇതുവരെ ഉള്ളായിരുന്ന സമീപനമല്ല അമേരിക്ക ഇപ്പോൾ എടുക്കുന്നത്. ഹമാസിനെ ഒന്നടങ്കം തുടച്ചു നീക്കാനാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. എന്തായാലും നെതന്യാഹു ഈ ഒരു എന്താ പറയുക, നെതന്യാഹുവിൻ്റെ വലിയേട്ടനാണല്ലോ ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ നെതന്യാഹു ഇത്തരത്തിലുള്ളൊരു ഒരു ഓർഡർ അല്ലെങ്കിൽ ഉത്തരവ് ജ്യേഷ്ഠനിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് എന്താ പറയുക സമ്മതത്തോടെ തന്നെ അദ്ദേഹം പൂർണ്ണമായ സമ്മതത്തോടെ തന്നെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൊസാദ് ഇതിനോടകം തന്നെ ഒന്നിലധികം പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏത് നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ മാത്രമേ ഈ അവസരത്തിൽ അവർക്ക് സംശയം ബാക്കിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.